വണ്ടി എടുത്തോ കേട്ടോ, നമ്മളെടുത്തോ എടുത്തോ. അവനെ സൂം ചെയ്യ്, അവനൊരു പണി കൊടുക്കാം നമുക്ക്. വണ്ടിയുടെ നമ്പർ എടുക്ക്, ഫോട്ടോ എടുക്ക്. ഇനി ആ വണ്ടിയുടെ പിക്ക് എടുക്കും. എടുത്തോ. ആനനെ കാണിക്കും. മതി. ഇവന് കൊടുക്കാം വണ്ടി. അല്ല, ഇവനുള്ള പണി കൊടുക്കാം. നമ്മുടെ വണ്ടി എടുക്കണോ? അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാട്ടിലെ കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് ആ കാഴ്ചകൾ കണ്ട് നടന്നാൽ പോരെ? പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് അണ്ണന്മാർക്ക് അത് പോരാ. അവരൊരു പന്തയം വെച്ചു. ആരൊക്കെയാണ് പന്തയം വെച്ചത്? എം സൗക്കത്ത്, പ്രകാശ് ടി, മണികണ്ഠൻ വി, എം സുരേഷ്, നീലകണ്ഠൻ, റഷീദ് ഭായ്, ദിനകർ, ഇങ്ങനെ 7 അംഗ സംഘം ഒരു പന്തയം വെച്ചു. എന്താണ് ആ പന്തയം? നമ്മളിൽ ആര് നമ്മുടെ ആനയ്ക്ക് ലഡുവും ജിലേബിയും പഴവും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത പന്തയമല്ലേ? അപ്പോൾ ആ ദൗത്യം ആര് ഏറ്റെടുത്തു? എം സൗക്കത്ത്. അങ്ങനെ പന്തയം വെച്ച് എം സൗക്കത്ത് അങ്ങനെ അങ്ങോട്ട് പോയി ആനേനെ കണ്ടു. ഈ ആനേനെ കാണുന്ന സ്ഥലം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആനകളുടെ വഴിത്താരയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ ഡിവിഷനിൽ നിന്നും വാഴച്ചാൽ കൂടി പറമ്പിക്കുളത്തേക്ക് ആനകളുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വഴിത്താരയാണ്. അവിടെയാണ് ഈ പന്തയം. ദപ്പട്ടയാണ് പന്തയം. അങ്ങനെ എം സൗക്കത്ത് അണ്ണനാണല്ലോ, അണ്ണൻ അങ്ങനെ ഈ പറയുന്ന ലഡുവും ജിലേബിയും പഴവും കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നു, ആന ഇതാ ലഡു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആന അത് മേടിച്ച് തിന്നൂല്ലോ. ആന ലഡുവും ജിലേബിയും കഴിക്കുന്ന ടീംസാണല്ലോ. ആന വളരെ സ്നേഹത്തോടു കൂടി എന്നെ തിരിച്ചു ഓടിച്ചു. ആരെ? അണ്ണൻ സൗക്കത്തിനെ. സൗക്കത്ത് ഓടി, എല്ലാവരും ഓടി. അപ്പോൾ ഈ കാഴ്ചകൾ പിന്നാലെ വന്ന ഒരു വിനോദ സഞ്ചാരി സംഘം വീഡിയോ എടുത്തു. ഇന്നലെ ആയിരുന്നു സംഭവം നടന്നത്. ഫോറസ്റ്റിനെ അറിയിച്ചു. അവർ കൃത്യമായിട്ട് ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് വിഷയത്തിൽ കേസെടുത്തു. ഈ പറയുന്ന എം സൗക്കത്തണ്ണൻ ഉൾപ്പെടെ ബാക്കി എല്ലാവർക്കെതിരെ കേസെടുത്തു. അവരെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ നമ്മുടെ മെയിൻ ആൾ, ഈ പന്തയം ഏറ്റെടുത്ത എം സൗക്കത്തണ്ണന് റിമാൻഡ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് പിഴ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, കാട്ടിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോവുക, അല്ലാതെ നമ്മുടേതായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന സംഭവമാണ്. വനപാലകരുണ്ട്, അവർ കൃത്യമായിട്ട് തന്നെ വിഷയത്തിൽ കേസെടുക്കും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. ഇനി ആരും ദയവ് ചെയ്ത് ലഡുവും ജിലേബിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോകരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് അവറ്റങ്ങൾ ജീവിച്ചോളും. നന്ദി, നമസ്കാരം. ആനനെ കാണിക്കും. മതി. ഇവന് കൊടുക്കാം വണ്ടി. അല്ല, ഇവനുള്ള പണി കൊടുക്കാം. എടുക്കണോ? നമ്മുടെ വണ്ടി എടുക്കണോ?